ഏറ്റവും ലേറ്റസ്റ്റ് ആയി വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അതിന് നിങ്ങൾ സ്വർണ്ണം വിൽക്കുന്നത് വാങ്ങണമെന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം. അതുവഴി നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം. ഗോൾഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഈ തിങ്കൾ ചൊവ്വാകളിലൊന്നും പണ്ട് വലിയ രീതിയിൽ മാറ്റങ്ങളൊന്നും ഉണ്ടാവാറില്ല. പക്ഷേ ഇത് മാറ്റങ്ങളൊക്കെ ഇങ്ങനെ വന്ന് വരുന്നുണ്ട്. എന്തായാലും എല്ലാ ടൈപ്പായാലും ഇപ്പോഴായാലും ഒക്കെ ബുധൻ വ്യാഴം അപ്പോഴാണല്ലോ വെള്ളിയൊക്കെ ആകുമ്പോഴാണ് റീറ്റെയിൽ സെയിലും കൺസ്യൂമർ പ്രൈസിൻ്റെ ഡേറ്റയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ള ദിവസങ്ങളിൽ കേട്ടോ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ സി ഒക്കെ ആയാലും. പക്ഷേ ഇവിടെ ഇപ്പോൾ എല്ലാ ആഴ്ചയിലും വരുന്നെങ്കിൽ എന്ത് ഡാറ്റ ഇല്ലെങ്കിലും ഒരു ഡാറ്റ ഉണ്ടാവും. വീക്ക്ലി ജോബ്ലെസ് ക്ലെയിംസ് അങ്ങനത്തെ ഡേറ്റകൾ ഉണ്ടാവുമല്ലോ. അതെല്ലാം അപ്പോൾ എല്ലാം ബുധൻ വ്യാഴമായിരിക്കും മാർക്കറ്റ് കൂടുതൽ ആക്റ്റീവായിട്ട് മാറും. എന്തായാലും ഇപ്പോൾ ഗോൾഡ് എന്താ വെച്ച് കഴിഞ്ഞാൽ US കൺസ്യൂമർ കോൺഫിഡൻസ് 10.4 വീണിട്ടും സ്വർണ്ണവില നെഗറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവിൽ തന്നെയാണുള്ളത് എന്നുള്ളത്. അതായത് 2609 ഇൻ്റർനാഷണൽ മാർക്കറ്റ് സ്വർണ്ണവില -12.90 ഇടിവോടുകൂടി 0.49% ഇടിവോടുകൂടി താഴേക്ക് പോയിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഉള്ള പ്രൈസ് കേരളത്തിൽ ഗ്രാമിന് എല്ലാവർക്കും അറിയാമല്ലോ 56,800 ഈ 56,800 എന്ന് പറയുന്ന ആ ഗ്രാമിനല്ല 56,800 എന്ന് പറയുന്ന ഗ്രാമിന് 5,100 തന്നെയാണോ എന്നിങ്ങനെ ആലോചിച്ച് നോക്കുക. 5,100 തന്നെ ആയിരിക്കും. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 56,800 ഉണ്ടല്ലോ, 7,100 × 8 56,800 തന്നെ 56,800 ഉണ്ടല്ലോ. ഈ 56,800 എന്ന് പറയുന്ന സംഖ്യയിൽ നിന്ന് നാളെ 240 രൂപ വരെ 100 രൂപ കുറയുന്നത്. ഇപ്പോൾ 240 രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയിലൂടെയാണ് മാർക്കറ്റ് ചലിക്കുന്നത്.